അന്ന് മണികണ്ഠൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഓമല്ലൂർ അങ്ങ് വടക്കേറ്റത്ത് ആറ്റിൻ്റെ ഇറമ്പി തെക്കേറ്റത്ത് ആറ്റിൻ്റെ അമ്പലത്തിൻ്റെ വടക്കേ കരയ്ക്ക് ആറ്റിറമ്പി പ്രശ്നങ്ങളായി ചെന്നപ്പോൾ ആനെ കാണാൻ വയ്യാത്ത രീതിയിലൊക്കെ ആയിപ്പോയി. പിന്നെ അവിടുന്ന് അന്ന് പുന്നക്കാടുകാരൻ ശിവരാമൻ എന്നും പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. പണ്ട് മലയാളപ്പുഴ അനക്കിലൊക്കെ പുള്ളി അപ്പം ഈ ഞാൻ മാറി എൻ്റെ പുറകിൽ അവിടുന്ന് ഞാൻ ഇങ്ങോട്ട് മാറി പുറകിൽ ശിവൻപിള്ളയെ അവിടുന്ന് മാറ്റി, കെട്ടിക്കാട്ടുന്നു ശിവൻപിള്ളയെ മാറ്റി. ശിവൻപിള്ളയെ മാറ്റിയപ്പോൾ ശിവരാമനെ അവിടെ വരുമോ. ആ സമയത്താണ് ശിവൻപിള്ള ആറുമുള ദേവസ്ഥ മോഹൻലാനക്ക് ആനക്കനായിട്ട് അയാൾ നിമിത്തമല്ല ആള് ഇരിക്കുമ്പോഴാണ് ആനം ചാവുന്നത്. മോഹൻലാനാണ്. അങ്ങനെ യേശുവിനെ പുന്നക്കാട് ശ്രീരാമനെ പിന്നെയും തിരിച്ച് പോയിട്ട് ഓമല്ലൂർ മണികണ്ഠൻ ആനക്കിലാക്കി ഞങ്ങൾ രണ്ടുപേരും കൂടെ അതിനെ കൂടെ കുറെ കാലം നീങ്ങും. ഒരു 1.5 വർഷം ഒരു സീസണ്. രണ്ടാമത്തെ സീസൺ ആയപ്പോഴത്തേക്ക് അവിടുന്ന് മാറി. മാറിയത് പറഞ്ഞാൽ ഒത്തിരി കഥകളൊക്കെ ഉണ്ട്. നമ്മൾ വീട്ടിൽ പറഞ്ഞിട്ട് കാര്യം മണികണ്ഠനാണ് കുറുപ്പിനെയും കൊണ്ട് റബ്ബർ വെട്ടാൻ പോയിന്ന് ഈ ഒന്നാനക്കാരനായ ശിവരാമൻ വിളിച്ചത്. അതിപ്പോ അന്ന് ആ ഭാഷ പിന്നെ ഇതായി ഒരു കോഡ് ഭാഷ വന്നു. ഞങ്ങള് വടശ്ശേരിക്കരെ പെരുന്നാട്ടിലൊരു അമ്പലത്തിൽ എഴുതുന്നും കഴിഞ്ഞ് റിട്ടാൻ വരുമോ. ആ അമ്പലത്തിന്റെ പേര് ഞാനത്ര ശരിയായിട്ട് പെരുന്നാട്ടിലാണ്. വടശ്ശേരിക്കരയെന്ന് വെച്ചാൽ കുറെ അങ്ങോട്ട് പോയാൽ മതി. പെരുന്നാട്ട് അങ്ങ് വടക്ക് പോകണ്ട. അവിടുത്തെ എഴുന്നേൽപ്പം കഴിഞ്ഞ കൂട്ടത്തിൽ ആനയ്ക്കൊരു ഞാനാനയുടെ പുറത്തിരുന്നായിരുന്നു. ശ്രീരാമൻ ആനയുടെ പുറയിൽ തറയിലുണ്ട്, കോലുമുണ്ട്. രണ്ടുവന്നപ്പം എന്നോട് പറഞ്ഞു കൊടുത്താൽ ആനയ്ക്ക് വെള്ളം കൊടുത്തോണ്ട് പോകാം. ഞാൻ പറഞ്ഞു കൊടുത്തോണ്ട് പോകാമെന്ന് പറഞ്ഞു. ആനയൊരു 10-12 കിലോമീറ്റർ പെരുന്നാട്ടിൽ നിന്ന് ഇവിടെ വന്നപ്പോഴത്തേക്കാണ് ഒരു 2 മണിക്കൂർ കൊണ്ട് ആന ഇനി വന്നു. അപ്പോൾ ആനയ്ക്ക് ഓവർ സ്പീഡായിപ്പോയി. അപ്പോൾ എൻ്റെ മനസ്സിൽ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും കൂടുതൽ വ്യാഖ്യമുള്ള ആനയല്ല. അതുമായിട്ട് കണ്ടിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഇപ്പം എന്നോട് അതിൻ്റെ ആനക്കാരൻ പറഞ്ഞു, ശ്രീരാമൻ പറഞ്ഞു, ഇപ്പോൾ ഞങ്ങളായിട്ട് കാലങ്ങ് പൊട്ടിയല്ലോ. ആനയുടെ വരവിൻ്റെ സ്പീഡാത്. ചങ്ങലയെന്ന് പറഞ്ഞാൽ ഒരു 2 ടണ്ണ് കാണും. അതുപോലത്തെ ചങ്ങലയാണ്. അപ്പം പറഞ്ഞ് മാറി നമുക്ക് കുളത്തി അങ്ങനത്തും മാറി വട്ടം മാറ്റി ഇട്ടേക്കാന്ന് പറഞ്ഞു. ഇയാടെ പോലെ ഇയാൾക്ക് അറിയത്തുള്ളത്. നേരത്തെ ഇതിനെ കയറിയിട്ടുള്ള പാർട്ടിയാ ഈ ശിവരാമൻ. നമ്മുടെ ഇയാടെ ചെയ്തു. അപ്പം ഞാൻ ഇരിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ ആനയുടെ പുറത്തിരിക്കുന്ന സ്ഥലമാണ്. അവിടുന്ന് പുറമോട്ട് എണ്ണിച്ച് നിന്നുകൊണ്ട് ചങ്ങലയ്ക്ക് എത്തി ഇങ്ങോട്ട് പിടിച്ചു. ഇതിൽ ഞങ്ങൾ പൊങ്ങി വരത്തില്ല. ആ സമയത്താണ് ശിവരാമൻ എന്ന് പറയുന്ന ആനക്കാരനെ അടിക്കാൻ കളയുക. ചങ്ങല പാരി തരുക ഒന്നാനക്കാരൻ. ആനക്കാരനെ അടിക്കാൻ കളഞ്ഞു. അവിടെ ഞാൻ എന്തായാലും ആനയുടെ പുറത്തുനിന്ന് വീഴാതെ പെട്ടെന്ന് തന്നെ ഞാൻ ഇരിക്കുന്ന സ്ഥാനത്തൊക്കെ ചാടിക്കാപ്പുന്നു. അത് കഴിഞ്ഞപ്പോൾ ആന എന്നെയും കൊണ്ട് ആ മലയിലോട്ടം കയറി. അതിനാ റബ്ബർ വെട്ടാൻ പോയത്. അവിടെ റബ്ബർ തോട്ടങ്ങളാണ്. പത്രങ്ങൾ എഴുതിയല്ല, ആനക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അത് പിന്നെ അവിടെ ഒരു ഇഷ്യൂ ആയി. കുറുപ്പിനെ കൊണ്ടാണ് റബ്ബർ വെട്ടാൻ പോയപ്പോഴാണ്. അത് ഒരു ഭയങ്കര സംഭവമാണ്. പിന്നെ ആന വലുതായില്ല. അത് ഭയങ്കര ഒരു സംഭവമാണ്. എൻ്റെ തൊഴിലിനകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയ ഒരു സംഭവമാണ്. ഞാൻ മാത്രമായി പോയി. പുള്ളിക്കാരനെ ഞാൻ കാണുന്നില്ലല്ലോ. ഞാൻ എന്നെ കൊണ്ട് ഈ മലയിലാണ് കയറി. മലയിൽ കയറി പോയതിന്റെ അർത്ഥം പിന്നെ ഞാൻ അറിയുന്ന ഒരു വിവരം, ആ മലയിലോട്ടാണ് കയറി പോകുന്ന വഴിക്ക് മലയ്ക്ക് അടിച്ച് വീണ് ഈ ഓടക്കകത്തായിരുന്നു വീഴുന്നത്. ഓടക്കകത്ത് കയറി ഒളിച്ചു. അങ്ങനെ എന്നെ കൊണ്ട് മലയിലോട്ടങ്ങ് കയറിപ്പോയി. അതെന്ന് പറഞ്ഞാൽ അവിടെ കുറെ ദൂരം അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ റബ്ബർത്തോട്ടം കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് അങ്ങ് ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുമ്പം പുത്തനാറിൻ്റെ അങ്ങനെ ഭാഗമാണ്. വടശ്ശേരിക്കരയിൽ നിന്ന് താഴോട്ട് വരുമ്പം ഉള്ള ആറ് കുറുക്കൊരാറ് വടശ്ശേരിക്കരയിലോട്ട് പാലത്തിൻ്റെ മേലെ താഴോട്ട് വന്നിരുന്നു. അപ്പം ചിറ്റാറ് വഴിക്കൊന്ന് വരുന്നു. ആ ഭാഗം അങ്ങോട്ട് ഫോറസ്റ്റാണ് ഉള്ളിൽ. അവിടോട്ട് ആ ഭാഗത്തോട്ട് വരും. ആ മേളിയുടെ ഫോറസ്റ്റിനകത്ത് റബ്ബർത്തോട്ടത്തിനകത്ത്. പിന്നെ അറിയുന്ന ശിവരാമൻ ഈ ഓടക്കകത്ത് കയറി പോയിരുന്നു.
അയാളാ പിന്നെ അവിടെ ചെന്ന് ഇറങ്ങി കുമ്പളാംപോയി എന്ന് പറയുന്ന അടുത്തൊരു സ്ഥലമാണ്, തെക്കോട്ട് വരുന്നുണ്ടോ. അവിടെ ചെന്ന് ആശുപത്രി അഡ്മിറ്റ് ആയിട്ടാ പറയുന്നത് കുറുപ്പിനെ കൊണ്ടാണ് റബ്ബർ വെട്ടാൻ പോയത്. ആ സാഹചര്യം എന്ന് പറയുമ്പം പറഞ്ഞാൽ അത് ആർക്കും അത്ര ആകത്തില്ല. എനിക്കും തന്നെ അതൊരു വലിയൊരു ഫീലിംഗ് ആയിപ്പോയി. അത് ഞാൻ തന്നെ ഇതിനെപ്പറ്റി ഒരു വിവരം അറിയത്തില്ല, പുറത്തു ആയിപ്പോയി. അറിയില്ലായിരുന്നെങ്കിൽ ഓടിയെങ്കിലും രക്ഷപ്പെടാമായിരുന്നു. ഇത് അങ്ങനെ വെക്കാത്ത ഒരു സാഹചര്യമാണ്. അവിടെ നിന്ന് ഇതെന്നെ കൊണ്ട് അവിടെ ആ റോഡ് നീളെല്ലാം നടക്കുക. ആള് താമസം കുറവാ. ഒരു 10 ഏക്കറിനകത്ത് 2-3 വീടുകളൊക്കെ ഉള്ളൂ. കയറി ഇറങ്ങി അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി തെങ്ങിൻ്റെ പോലെ അടുത്ത് നോക്കിയിട്ട് എന്നെ കൊണ്ട് അവിടെ നടന്നു. അത് കഴിഞ്ഞപ്പോഴത്തെ ഒരു 4-4:30 ആയപ്പോഴത്തേക്ക് 4-4:30 ആയി. എല്ലാവരും പിന്നെ ഓമല്ലൂർ നിന്നൊക്കെ അവരുടെ കമ്മ്യൂണിറ്റിക്കാരൊക്കെ ഫയർഫോഴ്സിലൊക്കെ ജോലിയുള്ള 2-3 ആൾക്കാരുണ്ട്. അവർ വേണ്ടുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു, ഉപകരണങ്ങളൊക്കെ ആയിട്ട് വന്നു. വന്നപ്പോൾ നേരം എല്ലാവർക്കും റബ്ബറിൽ നിന്നൊക്കെ വട എറിഞ്ഞ് തന്നു, കപ്പിയെ കൂടെ എറിഞ്ഞ് തന്നു ഒക്കെ എല്ലാം അവർ അറേഞ്ച്മെന്റ് ചെയ്തേക്കുവാ. പക്ഷെ എനിക്ക് ഈ ആനകളുടെ ശ്രദ്ധയൊന്നും തിരിച്ചുവിടാനൊരു മാർഗവുമില്ല. സഹായത്തിന് അവർ 2-3 ആനക്കാർ വന്നിട്ടുണ്ട്. എവരാരെങ്കിലും ആനയെ ഒന്ന് നിയന്ത്രിച്ചാലേ അവരുടെ അടുക്കലോട്ട് ആനയുടെ ശ്രദ്ധ തിരിയും. ആ സമയത്ത് എനിക്ക് ഇതിന്റെ പുറത്തുനിന്ന് ചാടാം. അവരവിടെ പറഞ്ഞിട്ട് അവരാരും അത്ര കാര്യമാക്കിയില്ല. അവിടെയില്ലേ ഈ ഫയർഫോഴ്സിലെ ഒരു ഉദ്യോഗസ്ഥനും പുള്ളിയാണ് എന്നെ പുള്ളി ഒരു ചീത്തയൊക്കെ വിളിച്ചു ചാടിക്കൂടാന്ന് പറഞ്ഞു. അപ്പൊ മയങ്ങി എന്ന് പറയുമ്പോ ഒരു 5:30 ആകുമ്പോഴത്തേക്കൊക്കെ റബ്ബർത്തോട്ടം അവിടെ ഇരുട്ട് വീഴും. ഞാനങ്ങ് ചാടുകയും ചെയ്തല്ലേ. രാവിലെ ഒരു 9-9:30 ആയി. നിത്യകർമ്മങ്ങളെല്ലാം അതിന്റെ പുറത്താ. അങ്ങനത്തെ ഭയങ്കര ഒരു അവസ്ഥയാണ്. അപ്പൊ അത് പറഞ്ഞറിയിക്കാനൊക്കത്തില്ല ആ അവസ്ഥ. ആരുടെ ഒരു ശല്യവും ഇല്ല. ഞാൻ പുറത്ത് ആന ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ആനയുടെ നിയന്ത്രിച്ചാൽ എന്റെ കൂടെ നിക്കത്തില്ല, കാലയിൽ നിൽക്കുകയില്ല. കാല നിൽക്കാണല്ലോ ആനയെ നിയന്ത്രിക്കണം. ആ നിയന്ത്രണമില്ല എന്നൊരു തകരാറേ ഉള്ളൂ. മറ്റൊരു അലക്കാട്ടെ കൊണ്ട് പോവുക അങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ഒന്നും ചെയ്തു. നമുക്കതിന്റെ രീതി അറിയത്തില്ലാതെ വന്നതിന്റെ ഒരു പശ്ചാത്തലമാണ്. പിന്നെ ആരെങ്കിലും പറഞ്ഞ എന്താ ഞാൻ തെറ്റി കഴിയുന്ന പുറത്താണെങ്കിൽ പുറകെ കൂടെ ചെന്നാൽ മതി, കാല് പൊക്കിത്തരും, ഇറങ്ങി അങ്ങ് പോവാം. നമുക്ക് ആ അതൊന്നും തോന്നിയില്ലല്ലോ. വന്നാലും നമുക്കിത് എന്ത് ചെയ്യും എന്നുള്ള ഒരു അങ്കലാപ്പായി. എന്തായാലും പിന്നെ ഇങ്ങനെ ചാടുന്നതിന് മുമ്പ് ഒരു കയറ് കച്ചക്കയറെ കെട്ടി കറക്കി പെടലേക്ക് കെട്ടി 2-3 കയറ് ഇട്ടുന്നത്. ഒരെണ്ണം ചങ്ങലേന്ന് കെട്ടി പുറത്ത് അങ്ങനെ 2 ചങ്ങലയിലാനെ 2 കയറയിലാനെ കുരുക്കിയിട്ടുണ്ട്. പക്ഷെ മരത്തിന്റെ കവർത്തി കൂടെ അവർ ഇട്ട് തന്നേക്കുന്നത്. അല്ല, അവര് മാറി തറയെ കെട്ടി പോവാം. അവര് റോപ്പ് മാറ്റി കെട്ടി പോവാം. ആന എന്ന് പറഞ്ഞാൽ നമ്മളൊരു 4-5 അടി പൊക്കമുള്ള ഒരു കയ്യാലയ്ക്ക് മേലുള്ള ഒരു അവരുടെ വീട്ടിലോട്ടുള്ള ഒരു വഴിയാണ്. താഴെ വശത്ത് കുഴിയ ഒരു 5 അടി പൊക്കമുണ്ട്. അപ്പൊ ആ താഴെ വശത്ത് നിൽക്കുന്ന മരം നിന്നാണ് അവർ ചെയ്തേക്കുന്നത്. ഈ 3ാമത്തെ കയറെറിഞ്ഞ എന്റെ കയറെന്റെ കയ്യിലുണ്ട്. അത് കപ്പിയില. എത്രയും സമയമായി പുള്ളിക്കാരൻ തന്നെ ചീത്ത പറയാൻ ചാടിക്കൂടാന്ന് പറഞ്ഞു. ഞാൻ ചാടുകയും ചെയ്തു. പിന്നെ നിവൃത്തിയില്ലാതെ വന്ന് അവരാരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല. നമുക്ക് തഞ്ചത്തിൽ ചാടാനുള്ള സാഹചര്യം കിട്ടിയില്ല. ചാടി ഞാൻ ചെന്ന് ഇവരെ കണക്കൂട്ട് അങ്ങ് തെറ്റിപ്പോയി. താഴോട്ടല്ലേ ചാടിയത്. നമ്മുടെ വെയിറ്റും അവർക്ക് നിയന്ത്രിക്കാനൊത്തില്ല. അവർ ഉദ്ദേശിച്ചതിന് ഒരു സ്റ്റെപ്പൂടെ ഒരു പറമ്പൂടെ താഴെ കാല മുട്ട് പൊട്ടിയെന്നുള്ളതേ ഉള്ളൂ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എന്തായാലും അവിടെ അടുത്ത വീട്ടിൽ ഒരു വീട്ടിൽ കൊണ്ടുവന്ന് അവിടെ ചെന്നപ്പോൾ അവരതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. ആ സ്ത്രീ ഒരു 25 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയായിരുന്നു. ആ വീട്ടിൽ താമസിക്കുന്നു. അവരുടെ ഭർത്താവ്. അവര് നമുക്ക് വേണ്ടുന്ന സാഹചര്യങ്ങളൊക്കെ ചെയ്തു തന്നു. കുളിച്ചു, കഞ്ഞി കൊണ്ടിട്ടുണ്ട്, ഇവിടെ കഞ്ഞി കൊണ്ടിട്ടുണ്ട്, കുടിച്ചു. ഞാൻ ചെയ്തേക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. റോപ്പിന്റെ നീളത്തിൽ റോപ്പിന് ഒരു 10-15 അടി നീളം വേസ്റ്റ് ഉണ്ട്. താഴെ ഇത്രയും തരും. ആ റോഡിൽ ആ നീളത്തിന് പോവും എന്നുള്ളത്. അവര് കഞ്ഞിയൊക്കെ തന്നു, ഒരു തുണിയൊക്കെ അലക്കി തന്നു, ഒരു കൈലിയൊക്കെ തന്നു കൊടുത്ത് രാത്രി തന്നെ ഞാൻ അവിടെ നിന്ന് പോന്നു.
അങ്ങനെ മണിയൻ റബ്ബർ വെട്ടാൻ പോയതാ. പിന്നെ അതിനെ പിന്നെ തിരിച്ചു കഴിക്കേണ്ട അവസ്ഥ വന്നോ? പിന്നെ പോയിരിക്കേണ്ടി വന്നില്ല. വേറെ ആനക്കാർ. പിന്നെ അവിടെ നിന്ന് പിന്നെ അങ്ങോട്ടായിരുന്നു മാറ്റം? അവിടെ വീണ്ടും തിരുവല്ലായിൽ തന്നെ വന്നു. എനിക്ക് തന്നെ വന്നു. അപ്പോഴത്തേക്ക് ഈ ആന ശരി നമ്മൾ ജയേന്ദ്രൻ ചരിയുന്ന സമയത്താണ് വരുന്നത്? അല്ല, അതിന് മുമ്പാ. അത് ഞാൻ വരുമ്പോൾ തന്നെ ഞാൻ വരാൻ കാര്യം ഭാഷാമച്ചാലും മെൻഷനായി. അതിന് മുമ്പ് ഞാൻ വന്നു കഴിഞ്ഞാൽ ഭാഷാമച്ചാലും മെൻഷനാണ്. അപ്പൊ ഈ വേറൊരാളിനെ തിരുവല്ലയിൽ നിന്ന ഒരാളിനെ അങ്ങോട്ട് മാറ്റിക്കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒമ്മല്ലൂരുള്ള ഒരു പാർട്ടി സുഭാഷ് എന്ന് പറയും. അവനെ ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടാ ഞാൻ അങ്ങോട്ട്, പിന്നെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഞാൻ മാറി. അങ്ങനെ അവിടെ ഭാഷാമച്ചാലും മെൻഷനായി. പിന്നെ ഞാൻ തന്നായി കുറച്ച് നാള്. അങ്ങനെ നിന്നപ്പം അരിപ്പാട്ടുകാരൻ രാധാകൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരു പുള്ളി ഇവിടുന്ന് അങ്ങോട്ട് വന്ന നമ്മളെ ജയമാനാനിക്കുന്ന തലമാറ്റം വാങ്ങിച്ച് ജയചന്ദ്രനാനിക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നിൽക്കുന്ന സമയത്താണ് ആനയ്ക്ക് ഈ ഇതാകുന്നത്. അവിടുന്ന് അത് കഴിഞ്ഞപ്പം കുറച്ച് നാളെ ഞാൻ അവിടെ അവന്റെ കൂടെ നിന്നു. അന്ന് വലിയ കുഴപ്പമില്ല. അതൊക്കെ കഴിഞ്ഞ സന്തോഷത്തിലൊക്കെ കൊണ്ട് കെട്ടുന്നത്. അപ്പൊ മറ്റേ ഞങ്ങൾ രണ്ടുപേരും കൂടെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ വീട്ടിലെടുക്കാനും എഴുന്നേൽപ്പിനൊക്കെ പോകുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ വന്നപ്പോഴാണ് പിന്നെ ഒടിയിലായപ്പോഴത്തേക്ക് തീരെ അവശനായി. എങ്ങനെ കൊണ്ടുപോകണ്ടെന്നുള്ള ഇതിലോട് വന്നു. തിരുവല്ലാനിക്കാനുണ്ട്. മുമ്പ് മാറി. മാറിയെന്ന് പറയാൻ കാര്യം, ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കണ്ടിയൂർ അമ്പലത്തിലെ ആനയ്ക്കലെ ഒരു ആനക്കാരന്റെ പേര് തോന്നുന്നു. ശ്രീകണ്ഠൻ മുമ്പുള്ള ആന. അത് ഞാൻ കയറിക്കൊണ്ടിരിക്കുമ്പോഴേ ചാകുന്നു. അപ്പൊ ഞാനിതുപോലെ അതിന്റെ കാര്യങ്ങൾ ഇപ്പം ഈ രാധാകൃഷ്ണപിള്ളയും ഇവരൊക്കെ നേരത്തെ ഈ ആനയ്ക്കൽ പോയി നിന്നിട്ടുള്ള പാർട്ടികളാണ്. ഈ രാധാകൃഷ്ണപിള്ള, അയാളുടെ അനിയൻ ശ്രീധരൻ പിള്ള, കരുവാറ്റാക്കാരൻ ഉണ്ണി, പുള്ളി മരിച്ചുപോയി, ചെറുക്കടവാന പോലുമായിരുന്നു. ഇവരൊക്കെ ഈ ആനയുടെ കൂടെ നിന്ന് രണ്ടാനക്കാരനായിട്ട് നിന്ന് തൊഴിൽ എവരുടെ കൂടെ നിന്ന് തൊഴിൽ വാങ്ങിച്ചിട്ടുള്ള ഒന്ന് രണ്ട് പറഞ്ഞു. ശ്രീധരൻ പിള്ള, അതെ ഇയാള് കരുവാറ്റക്കാരൻ ഉണ്ണി, ഇവരൊക്കെ ഇതിന്റെ കൂടെ നിന്ന് തൊഴിലായവരാണ്. രാധാകൃഷ്ണപിള്ളയ്ക്ക് അല്ലാതെ കിട്ടിയതാ. ഇയാൾ ഇതിന്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വേക്കൻ്റ് അവിടെ വന്നപ്പോ പലയിടത്തും ഇവര് ചോദിച്ചു ഓടിയിരുന്നു. ഞാനൊരു അവരുടെ ഇങ്ങനൊരു വേക്കൻ്റ് ഉണ്ടായിരിക്കുന്നു. അപ്പൊ എനിക്കൊരു ഉദ്ദേശം മനസ്സിലുണ്ട്. രാധാകൃഷ്ണൻ പറഞ്ഞ പോടാ. അയാൾ തന്നെ അന്നേരം ഒരു അപേക്ഷ അവിടെ എഴുതി, പുള്ളി അപേക്ഷ എഴുതാനൊക്കെ ഒരു അപേക്ഷയൊക്കെ എഴുതി തന്നു. എന്തായാലും നീ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. കൊണ്ട് കൊടുത്ത് ഓർഡറായി. ACRTC കൊണ്ടുവന്ന് ഓർഡറായി. പിറ്റേഴ്സ് അവിടെ വന്ന് ഇതെല്ലാം പിരിച്ചു വിട്ട് അവിടെ പോയി ചാർജ് എടുക്കും. ചാർജ് എടുക്കാൻ സമയത്ത് അതിനെപ്പറ്റി അറിയാവുന്നവരെ 2-3 പേരോടൊക്കെ ഞാൻ ചോദിച്ചു. രാധാകൃഷ്ണപിള്ളയോടൊക്കെ ചോദിച്ചു. നീ പറഞ്ഞതുപോലെ അതിൻ്റെ ഇവര് ചേട്ടന്മാർ രണ്ടുപേരെ ഇതിനെ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ളൂ. നാടനാനയാണ്.